നീ ഇത് ഡിസംബർ 1-നാണ് കേൾക്കുന്നതെങ്കിൽ ഇത് നിനക്കായുള്ള ദിവ്യ സ്ഥിരീകരണമാണ്. ഒരു പുതിയ അധ്യായം ഔദ്യോഗികമായി തുടങ്ങുകയാണ്. ദൈവം പറയുന്നു, കഴിഞ്ഞ 11 മാസത്തെ വേദന ഈ മാസത്തേക്ക് നിന്നെ പിന്തുടരുകയില്ല. എന്റെ കുഞ്ഞെ, ഈ വർഷം എത്രമാത്രം കഠിനമായിരുന്നുവെന്ന് എനിക്കറിയാം. നീ നിശബ്ദമായ യുദ്ധങ്ങൾ ചുമന്നു. മറുപടി ലഭിക്കാത്തതുപോലെ തോന്നിയ പ്രാർത്ഥനകൾ നീ പ്രാർത്ഥിച്ചു. ഉള്ളിൽ വേദനിച്ചിട്ടും നീ പുഞ്ചിരിച്ചു. തകർന്നു പോകുമായിരുന്നിട്ടും നീ ശക്തനായി നിലകൊണ്ടു. എന്നാൽ ഇന്ന് ഡിസംബർ 1 മുതൽ സ്വർഗം പ്രഖ്യാപിക്കുന്നു, ഈ അവസാന മാസം മറ്റു മാസങ്ങൾ അവസാനിച്ചതുപോലെയാകില്ല. ഈ മാസം ഒരു അവശിഷ്ടമല്ല, ഇത് ഒരു വഴിത്തിരിവാണ്. ഇത് ഒരു മുന്നേറ്റമാണ്. നീ കരഞ്ഞ ഓരോ കണ്ണീരിന്റെയും വിളവെടുപ്പാണിത്. അപ്രതീക്ഷിത അനുഗ്രഹങ്ങൾ എത്തുന്ന മാസമാണ് ഡിസംബർ. സൗഖ്യം യാഥാർത്ഥ്യമാകും. പുനഃസ്ഥാപനം ആരംഭിക്കും. ഉത്കണ്ഠയ്ക്ക് പകരം സദ്വാർത്ത വരും. നീ മറന്നുപോയെന്ന് കരുതിയ വാഗ്ദാനങ്ങൾ ദൈവം നിവർത്തിക്കും. നീ കാത്തിരുന്ന സമയം നഷ്ടമായിട്ടില്ല, അത് ഒരു ഒരുക്കമായിരുന്നു. നീ തളർന്നുപോയ സ്ഥലത്ത് ഞാൻ ശക്തി നൽകുന്നു. നിനക്ക് നഷ്ടപ്പെട്ടിടത്ത് ഞാൻ പുനഃസ്ഥാപനം നൽകുന്നു. നീ കരഞ്ഞ സ്ഥലത്ത് ഞാൻ സന്തോഷം നൽകുന്നു. നീ വ്യാകുലപ്പെട്ട സ്ഥലത്ത് ഞാൻ സമാധാനം നൽകുന്നു. 2025-ലൂടെ നീ ചുമന്ന അതേ ഭാരത്തോടെ നീ 2026-ലേക്ക് പ്രവേശിക്കുകയില്ല. ദൈവം എല്ലാം മാറ്റിയത് അപ്പോഴാണ് എന്ന് നീ തിരിഞ്ഞുനോക്കി പറയുന്ന മാസമായിരിക്കും ഡിസംബർ. ഈ വർഷം മുഴുവനും അടഞ്ഞുകിടന്ന വാതിലുകൾ ഞാൻ തുറക്കുന്നു. നിന്നെ വിട്ടുപോയവർക്ക് പകരം ഉത്തമരെ ഞാൻ നൽകുന്നു. നിന്നെ തളർത്തിയ പോരാട്ടങ്ങൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നീ ഈ വർഷം അതിജീവിച്ചത് ഞാൻ നിന്നെ ചുമന്നതുകൊണ്ടാണ്. ഇനി നീ അഭിവൃദ്ധിപ്പെടും, കാരണം ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു. പ്രതീക്ഷയോടെ ഡിസംബറിലേക്ക് പ്രവേശിക്കുക. നല്ലൊരു കാര്യം ഇപ്പോൾ തന്നെ വഴിയിലാണ്. ഈ മാസം നിന്റെ കഥയുടെ അവസാനം ഞാൻ മാറ്റിയെഴുതുകയാണ്. അത് മനോഹരമായിരിക്കും.